ഓക്കെ, നമ്മുടെ പേപ്പർ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് കുറേയൊക്കെ, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. പേപ്പർ MAT 203 ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂള് ഫണ്ടമെൻ്റൽ ലോജിക്. ദീസ് ആർ ദ ടോപ്പിക്സ്. ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്: ബേസിക് കണക്റ്റീവ്സ്, ട്രൂത്ത് ടേബിൾസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, ലോജിക്കൽ കണക്റ്റീവ്സ്, tautology, contradiction, logical equivalences, പിന്നെ law of equivalences, അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റൂളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോക്കണം. കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ്, ഇംപ്ലിക്കേഷൻ റൂൾ, ഡ്യുവാലിറ്റി പ്രിൻസിപ്പൾ, പിന്നെ ലോജിക്കൽ ഇംപ്ലിക്കേഷൻ റൂൾസ്, അതിനകത്ത് റൂൾ ഓഫ് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ക്വാണ്ടിഫയേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടിഫയേഴ്സിൻ്റെ ലോജിക്കൽ ഇക്വലൻസ്, കോൺട്രാപോസിറ്റീവ്, കോൺവേഴ്സ്, അവക സാധനങ്ങളൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിലത്തെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പഠിച്ചു തുടങ്ങുമ്പോൾ എവിടെ മുതൽ പഠിച്ചു തുടങ്ങണം? സ്റ്റേറ്റ്മെൻറ്റ് മുതൽ പഠിച്ചു തുടങ്ങണം. സ്റ്റേറ്റ്മെൻറ്റൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വാട്ട് ഈസ് സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, ഒരു സെൻറ്റൻസ് വിത്ത് ട്രൂത്ത് വാല്യൂ. യെസ്, അത് തന്നെ, വിത്ത് ട്രൂത്ത് വാല്യൂ ഉള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നോർമൽ സെൻറ്റൻസ് ആയിരിക്കണം, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ടൈപ്പ് സെൻറ്റൻസ് ആയിരിക്കണം. ക്വസ്റ്റ്യനോ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസോ ഒന്നും ആവാൻ പാടില്ല. ഓക്കെ, നോർമൽ സെൻറ്റൻസ്. ഈ ട്രൂത്ത് വാല്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് വാല്യൂസ് ആണ്, either ട്രൂ ഓർ ഫോൾസ്. ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, രണ്ട് വാല്യൂസ്, ട്രൂ ഓർ ഫോൾസ് ആയിട്ട് വാല്യൂസ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസുകളെയാണ് എന്താ പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രൊപ്പോസിഷൻ. എന്താ പറയുക? പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് സാധാരണ സ്മോൾ ലെറ്റർ P, Q, R, S എക്സെട്ര ഇങ്ങനത്തെ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. 5 ഈസ് ആൻ ഈവൻ നമ്പർ. 5 ഈസ് ആൻ ഈവൻ നമ്പർ. ഇതെന്താണ്? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? ഇതിന് ട്രൂത്ത് വാല്യൂ ഉണ്ട്. എന്ത് ട്രൂത്ത് വാല്യൂ അതിനകത്തുള്ളത്? 5 ഈവൻ നമ്പർ അല്ല നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് ആയിരിക്കും. ഓക്കെ, അതേപോലെ അടുത്ത വേറൊരു എക്സാമ്പിൾ പറഞ്ഞേ. 15 ഈസ് എൻ ഓഡ് നമ്പർ. ഓക്കെ, അങ്ങനെ നമ്പേഴ്സ് തന്നെ വേണമെന്നില്ല, വേറെ ഒരുപാട് എക്സാമ്പിൾസ് ഇതുപോലെ പറയാം. ഇത് പറയാം, ദ സൺ ഈസ് ഷൈനിങ്, ഇറ്റ് ഈസ് റെയിനിങ് എന്നൊക്കെ പറയാം അല്ലേ? അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് പറയാം. ഇപ്പോൾ P, Q, R, S എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിനോട്ട് ചെയ്യുക. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ, അതായത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത, ഇതിപ്പോൾ 5 ഈസ് എൻ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു ഒറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ എന്ത് പറയും? പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും കേട്ടോ. പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതൊക്കെ അറിയുണ്ടാവുമല്ലോ അല്ലേ? ഇതൊക്കെ വെറുതെ എന്നെ കൊണ്ട് രണ്ടാമത് പറയിപ്പിക്കാനുണ്ട്. പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിമിറ്റീവ്. നോ, ട്രൂ, വെരി ഗുഡ്. ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി. സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ത് പറയും നമ്മൾ? പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. അതായത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ എന്താ പറയുക? കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുക. അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ, രണ്ടോ അതിൽ കൂടുതലോ യൂസ് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിലെ കോമ്പിനേഷൻസ് ഉണ്ടാവില്ലേ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ? അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, പിന്നെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ഇത് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. ഇതിൽ കമ്പൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സ്, ഇവിടെ നടുക്കുള്ള പ്രോസസ്സിനെ നമ്മൾ കണക്റ്റീവ്സ് എന്നാണ് പറയുക. ലോജിക്കൽ കണക്റ്റീവ്സ്.
എന്ന് പറയും. ഈ കണക്ട് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവില്ലേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കൂടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ 1-2 സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ പറയുന്നത് കോമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ്. കോമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതൊക്കെ ഓർത്ത് വെച്ചോളൂ കേട്ടോ, അതൊക്കെ ജസ്റ്റ് ടേംസ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതായത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റുകളെ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. ഇനി രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടോ അല്ലെങ്കിൽ കൂടുതലോ സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോം ചെയ്യാനായിട്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ആ കമ്പൈൻ ചെയ്യുന്ന ഓപ്പറേഷനെ പറയുന്ന പേരാണ് ലോജിക്കൽ കണക്റ്റീവ്സ്. ഓക്കെ, ലോജിക്കൽ കണക്റ്റീവ്. ഓക്കെ, ഓപ്പറേഷനെ പറയുന്ന പേര് ലോജിക്കൽ കണക്റ്റീവ്. ആൻഡ് അതിൽ യൂസ് ചെയ്യുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ പറയുന്നത് കോമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താ പറയുന്നത്? കോമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ ആണല്ലോ, സംശയങ്ങളൊന്നുമില്ലല്ലോ? ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതല്ലേ, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ, ക്വസ്റ്റ്യൻസ് ഒന്നും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, അതും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്ത നമുക്ക് പഠിക്കാം ബേസിക് കണക്റ്റീവ്സ്. ലോജിക്കൽ കണക്റ്റീവ്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ബേസിക് കണക്റ്റീവ്സ് ആൻഡ് ട്രൂത്ത് ടേബിൾസ്. ബേസിക് കണക്റ്റീവ്സ് ഒക്കെ നമ്മൾ ഫിസിക്സിൽ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലും എങ്ങാണ്ട് പഠിക്കുന്നതാണ്. ഇനി അതിന് പുതുതായിട്ടൊന്നും ഇല്ല, അതൊക്കെ തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, പേര് മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, അത് പേടിക്കൊന്നും വേണ്ട. ഡിസ്ജങ്ഷനെ നമ്മൾ പറയുന്നത് ഓർ എന്നാണ്. അത് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇങ്ങനെയുള്ള സിമ്പിളാണ്, ബി പോലത്തെ ഒരു സിമ്പിളാണ് ഡിസ്ജങ്ഷൻ. ഓക്കെ, ഓറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്ജങ്ഷൻ നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ ആൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് കൺജങ്ഷൻ ആൻഡ്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇരിക്കുന്നത് ആൻഡ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒരു കണക്റ്റീവ് ഉള്ളത് ഇറ്റ് ഈസ് കോൾഡ് നെഗേഷൻ. അത് കറസ്പോണ്ടിങ് ടു നോട്ട്. അതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാറുള്ളത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണാം കേട്ടോ, ടിൽഡ ടൈപ്പ്. ഇതും കാണാം, പക്ഷേ ഇതങ്ങനെ കാര്യമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്യുന്നില്ല. ഇതാണ് കൂടുതൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ, നെഗേഷൻ. ഓക്കെ, പിന്നെ മറ്റൊരു സാധനം കൂടെ ഓർ പഠിച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ പഠിച്ചു വെച്ചോളൂ, എക്സ്ക്ലൂസീവ് ഓർ. എക്സ്ക്ലൂസീവ് ഡിസ്ജങ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. എക്സ്ക്ലൂസീവ് ഓർ, അതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തേക്കുന്നത്. എക്സ്ക്ലൂസീവ് ഓർ ഇങ്ങനെ ഒരു ഓറിൻ്റെ താഴെ വരാം. ഓക്കെ, അതാണ് സംഭവം. ഇനി എന്താണ് ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഡിസ്ജങ്ഷൻ? ഓർ ആണ് അല്ലേ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കണക്റ്റീവ്സ് ആണ് ഈ പറഞ്ഞ 3 അതിൽ 2 ഈ പറഞ്ഞ 1, 2 ആണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കമ്പൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നെഗേഷൻ ഒരു യൂണറി ഓപ്പറേഷൻ ആണ് കേട്ടോ, ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന നോട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഡിസ്ജങ്ഷൻ എന്താ മക്കളെ? ഡിസ്ജങ്ഷൻ ഓർ. എപ്പോഴാണ് ഡിസ്ജങ്ഷൻ ട്രൂ ആവുക? രണ്ട് ഇൻപുട്സ്, അതായത് പി ഓർ ക്യൂ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിൽ പിയും ക്യൂവുമാണ് ഇൻപുട്സ് നമ്മൾ പറയുക, അല്ലെങ്കിൽ കോമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. ആ രണ്ട് കോമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും വാല്യൂ നോക്കിയിട്ടാണ് ഏതിൻ്റെ വാല്യൂ ഉണ്ടാവുക? ഈ പി ഓർ ക്യൂ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാല്യൂ ഉണ്ടാവുക. ഇനി അത് കോമൺ ആയിട്ട് പറഞ്ഞാണ്. ഇനി എപ്പോഴാണ് പി ഓർ ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വാല്യൂ, എന്താണ് അതിൻ്റെ വാല്യൂസ് വരിക? ഇപ്പോൾ സപ്പോസ് പി ആൻഡ് ക്യൂ നമ്മൾ ട്രൂത്ത് വാല്യൂസ് എഴുതുവാണെങ്കിൽ ട്രൂ ഫാൾസ്, ഫാൾസ് ട്രൂ, ഫാൾസ് ഇങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാവുക അല്ലേ? ഇങ്ങനെ തന്നെ എഴുതണം.
ഓർഡർ മാറ്റരുത് കേട്ടോ. ഓർഡർ മാറ്റരുതെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് കുറേ എഴുതി വെക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ എഴുതുകയാണെങ്കിൽ ആ പേപ്പർ നോക്കാൻ ഉള്ള ആൾക്ക് ഒരു എളുപ്പമുണ്ടാവും. ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞു, പബ്ലിക് എക്സാമിന് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഓർഡർ നിങ്ങൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്ത് എഴുതുക. ഐദർ ട്രൂല് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫാൾസിൽ സ്റ്റാർട്ട് ചെയ്യുക. അതല്ലാണ്ട് ഇടയ്ക്ക് വെച്ച് 4 എണ്ണം മതിയല്ലോ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തോന്നുന്ന പോലെ എഴുതരുത്. അപ്പോൾ അതാണെങ്കിൽ മാർക്കൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നോക്കി ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് ട്രൂത്ത് ടേബിളൊക്കെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ പി ഓർ ക്യൂ എപ്പോഴാണ് ട്രൂ ആവുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഫാൾസ് ആവുന്നത്? രണ്ടും ഫാൾസ് ആവുന്ന സമയത്ത് മാത്രമേ ഇത് ഫാൾസ് ആവത്തുള്ളൂ. രണ്ടും ഫാൾസ് ആകുമ്പോൾ മാത്രമേ ഇത് ഫാൾസ് ആവുള്ളൂ. ഓർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, പി ഓർ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആവണമെങ്കിൽ രണ്ടും ഫാൾസ് ആവണം. അല്ലാത്ത എല്ലാ കേസുകളിലും ഇതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താവും? ട്രൂ ആവും. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പി ഓർ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, പി ഡിസ്ജങ്ഷൻ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നത് രണ്ടും ഫാൾസ് ആവുന്ന കേസിലാണ്. ദാറ്റ് ഈസ് disjunction or. okay, this is the first one. then രണ്ടാമത്തത് conjunction എന്ന് പറഞ്ഞാൽ and ആണ്. നിങ്ങൾക്കറിയാം p and q എപ്പോഴാണ് ട്രൂ ആവുന്നത്? രണ്ടും ട്രൂ ആവുമ്പോഴാണ് അത് ട്രൂ ആവുക. ബാക്കി എല്ലാ കേസുകളിലും അത് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ബാക്കി എല്ലാ കേസുകളിലും അത് ഫാൾസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ദിസ് ഇസ് and. അപ്പോൾ രണ്ടും ട്രൂ ആവണം എന്നാലേ പി ആൻഡ് ക്യൂ ട്രൂ ആവുള്ളൂ. പിയും ക്യൂ ട്രൂ ആവണം, ക്യൂവും ട്രൂ ആവണം. ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആയാലും രണ്ട് ഫാൾസ് ആയാലും ഔട്ട്പുട്ട് എപ്പോഴും ഫാൾസ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റിയൽ ലൈഫ് എക്സാമ്പിളും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി എന്താണെന്നുള്ളത്. നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വിചാരിച്ചിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഓർ ആവും, എങ്ങനെ ആൻഡ് ആവും എന്നൊക്കെ വിചാരിച്ചു വെച്ചോളൂ. ഓക്കെ, ദെൻ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സ്ക്ലൂസീവ് ഓറും കൂടെ പറയാം. എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുമ്പോൾ ഒരു ഇൻപുട്ട് മാത്രം ട്രൂ ആകുമ്പോൾ ട്രൂ ആവും. രണ്ടും ട്രൂ ആണെങ്കിലും രണ്ടും ഫാൾസ് ആണെങ്കിലും ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. രണ്ടും ട്രൂ ആകുമ്പോഴും രണ്ടും ഫാൾസ് ആകുമ്പോഴും ഔട്ട്പുട്ട് എപ്പോഴും ഫാൾസ് ആയിരിക്കും. ഒരെണ്ണം മാത്രം ട്രൂ ആവുന്ന കേസുകളിലാണ് ഇത് ട്രൂ ആവുന്നത്. അപ്പോൾ ഇവിടെയും ട്രൂ ആവും, ഇവിടെയും ട്രൂ ആവും. അതായത് പി ട്രൂ ക്യൂ ഫാൾസ്, ആ കേസിൽ ഈ സാധനം എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതേപോലെ പി ഫാൾസ് ക്യൂ ട്രൂ, ആ കേസിലും ഇത് ട്രൂ ആയിരിക്കും. രണ്ടും ഫാൾസ് ആവുന്ന കേസിലും രണ്ടും ട്രൂ ആവുന്ന കേസിലും ഇതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ദിസ് വൺ ഈസ് കോൾഡ് എക്സ്ക്ലൂസീവ് ഓർ. ഓക്കെ, എക്സ്ക്ലൂസീവ് ഓർ. ഓക്കെ, എക്സ്ക്ലൂസീവ് ഓറിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എ ഗേൾ ക്യാൻ വെയർ എ സാരി ഓർ എ ചുരിദാർ. A girl can wear a saree or a ചുരിദാർ. ഒരു പെൺകുട്ടിക്ക് ഒരു സാരി അല്ലെങ്കിൽ ചുരിദാർ യൂസ് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം നോർമലി ട്ടാ, നോർമൽ കേസിൽ. അത് എക്സ്ക്ലൂസീവ് ഓറായിട്ട് പറഞ്ഞൂടെ നമുക്ക്? എങ്ങനെയാ അത് എക്സ്ക്ലൂസീവ് ഓർ ആവുന്നത്? ഒരാൾ ഐദർ എ ചുരിദാർ ഓർ എ സാരി ആണ് യൂസ് ചെയ്യുക. രണ്ടും കൂടെ ഒന്നിച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാർ നോർമൽ കേസുകളിൽ ഉണ്ടാവില്ല. ഇപ്പോൾ എക്സെപ്ഷനിലൊക്കെ ഉണ്ടാവാം. ഓക്കെ, രണ്ടും കൂടെ ഒന്നിച്ച് വെയർ ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക്. ഓക്കെ, ആ ഒരു കണ്ടീഷനാണ് എക്സ്ക്ലൂസീവ് ഓറിൻ്റെ കേസിൽ നമ്മൾ പറയുക. അതായത് ഐദർ പി ഉണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? ക്യൂ ഉണ്ടാവില്ല. പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ പി ഉണ്ടാവില്ല അപ്പോൾ ക്യൂ ഉണ്ടാവും. അങ്ങനെ ഓർത്താൽ മതി. ഏതെങ്കിലും ഒന്ന് ട്രൂ ആവുന്ന സമയത്ത് മാത്രം ഔട്ട്പുട്ട് ട്രൂ ആവുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സ്ക്ലൂസീവ് ഓർ. ഓക്കെ, പിന്നെ നെഗേഷൻ എല്ലാവർക്കും അറിയാലോ. നെഗേഷൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നെഗേഷൻ ഓഫ് പി എന്ന് പറയുന്നത് എന്താണ്? ഫാൾസ് ട്രൂ ട്രൂ. ഇപ്പോൾ പിയുടെ നെഗറ്റീവ് അങ്ങനെ ഇത്രയും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് രണ്ട് വാല്യൂസ് മാത്രമേ ഇതിനകത്ത് എഴുതാറുള്ളൂ. പി ആൻഡ് നെഗേഷൻ പി. പി ട്രൂ ആകുമ്പോൾ നെഗേഷൻ പി ഫാൾസ് ആയിരിക്കും. പി ഫാൾസ് ആകുമ്പോൾ നെഗേഷൻ പി ട്രൂ ആയിരിക്കും. ഓക്കെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് എന്താ? കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ ആൻഡ് നെഗേഷൻ. ഓക്കെ, കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ ഇതൊക്കെ? നെക്സ്റ്റ് നമ്മൾ കണക്റ്റീവ്സ് കഴിഞ്ഞിട്ടില്ല. കണക്റ്റീവ്സിൻ്റെ നാലാമത്തെ കണക്റ്റീവ് ലോജിക്കൽ ഇംപ്ലിക്കേഷൻ.
അല്ലെങ്കിൽ വെറുതെ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാലും മതി. ലോജിക്കൽ ഇംപ്ലിക്കേഷൻ ഓർ സിംപ്ലി ഇംപ്ലിക്കേഷൻ. അത് യൂസ് ചെയ്യുന്ന സിമ്പൽ ഇതാണ്. ദിസ് വൺ. ഇതാണ് സിമ്പൽ ഇംപ്ലിക്കേഷൻ. ലോജിക്കൽ ഇംപ്ലിക്കേഷൻ്റെ സിമ്പൽ ഇതാണ്. ഓക്കെ, ഇത് എന്താ സംഭവം എന്നുള്ളത് നോക്കണം. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പി ആൻഡ് ക്യൂ കമ്പൈൻ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് വായിക്കുന്നത് പി ഇംപ്ലൈസ് ക്യൂ എന്നാണ് കേട്ടോ. പി ഇംപ്ലൈസ് ക്യൂ എന്ന് വായിക്കും. പി ഇംപ്ലൈസ് ക്യൂ എന്ന് വായിക്കും. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇഫ് പി ദെൻ ക്യൂ എന്നാണ്. ഇഫ് പി ദെൻ ക്യൂ. പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ട് എന്നുള്ള സംഭവമാണ് ഇവിടെ ഇതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള സാധനമാണ്. ട്രൂ ഫാൾസ്, ഫാൾസ് ട്രൂ, ഫാൾസ് ഫാൾസ്. ഓക്കെ, ഇങ്ങനെ വരും. ഇനി ഇതിനകത്ത് പി ഇംപ്ലൈസ് ക്യൂ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഫാൾസ് ആവണമെങ്കിൽ, അങ്ങനെ പഠിച്ചു വെച്ചാൽ ഫാൾസ് ആവണമെങ്കിൽ പി ട്രൂ ആയിട്ട് ക്യൂ ഫാൾസ് ആവണം. പി ട്രൂ ആയിട്ട് ക്യൂ ഫാൾസ് ആവുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താവുന്നത്? ഫാൾസ് ആവുന്നത്. അല്ലാത്ത എല്ലാ കേസുകളിലും ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അല്ലാത്ത എല്ലാ കേസുകളിലും ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇഫ് പി ദെൻ ക്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ മീനിങ്, വേർഡ് മീനിങ് ഇങ്ങനെയാണ്, ഇഫ് പി ദെൻ ക്യൂ. അപ്പോൾ നമ്മൾ ആദ്യം പിയുടെ അടുത്ത് വന്നു. പിയുടെ അടുത്ത് വന്നിട്ട് പി ട്രൂ ആണെങ്കിൽ, പി ട്രൂ ആണെങ്കിൽ എന്താണോ ക്യൂ അതാണ് ഔട്ട്പുട്ട്. പി ട്രൂ ആണെങ്കിൽ എന്താണോ ക്യൂ അതാണ് ഔട്ട്പുട്ട്. നോക്കിക്കേ, ആദ്യത്തെ കേസിൽ പി ട്രൂ ആണ്. പി ട്രൂ ആണെങ്കിൽ ക്യൂവിൻ്റെ അടുത്തേക്ക് പോയി. ക്യൂ എന്തായിരുന്നു? ട്രൂ ആയിരുന്നു. അപ്പോൾ അതാണ് ഔട്ട്പുട്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിലും പി എന്താണ്? ട്രൂ ആണ്. പി ട്രൂ ആണെങ്കിൽ എവിടേക്ക് പോവും? ക്യൂവിലേക്ക് പോവും. ക്യൂ എന്താണോ അതാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഫാൾസ് ആയി. ഇനി പി ട്രൂ അല്ലെങ്കിൽ, സപ്പോസ് പി ഫാൾസ് ആണെങ്കിൽ ഇത് ക്യൂവിലേക്കൊന്നും പോവില്ല, നേരെ ഔട്ട്പുട്ട് എന്താക്കി എഴുതും? ട്രൂ ആക്കിയിട്ടാണ് എഴുതുക കേട്ടോ. അത് ശ്രദ്ധിക്കണം. പി ഫാൾസ് ആണെങ്കിൽ ട്രൂ, പിന്നെ ക്യൂ നിങ്ങൾ പിന്നെ നോക്കുക വേണ്ട, ഡയറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് എന്ത് എഴുതാം? ട്രൂ എന്ന് എഴുതാം. നമ്മളുടെ മനസ്സിൽ അതല്ല വരിക. പി ഫാൾസ് ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ഫാൾസ് ആവണ്ടേ എന്നുള്ളൊരു സംശയമാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷെ അങ്ങനെയല്ല. പി ട്രൂ ആണെങ്കിൽ മാത്രമേ ആ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചാണ് നിങ്ങൾ. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ച ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. ഒരു ലൂപ്പൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ, ഒരു ഡു വൈൽ ലൂപ്പോ അല്ലെങ്കിൽ ഈഫ് ദെൻ ലൂപ്പൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ആ കണ്ടീഷൻ നോക്കിയിട്ട്, കണ്ടീഷൻ ട്രൂ ആണെങ്കിലല്ലേ ആ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുക അല്ലേ? കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്താ ചെയ്യുക? എക്സിറ്റ് ചെയ്യാണ് ചെയ്യുക. ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാണ് ചെയ്യുക. അതന്നെ നിങ്ങളിവിടെ വിചാരിച്ചാൽ മതി. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, പി ആണ് ഇവിടുത്തെ കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ക്യൂ ആണ് ഔട്ട്പുട്ടായിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ ട്രൂ, ഇവിടെ ഫാൾസ് കിട്ടും. ഇനി കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്തിട്ട് ട്രൂ എന്നാണ് എഴുതുക. അതാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഫാൾസ് എന്ന് എഴുതും എന്നുള്ളതാണ് നമ്മളൊരു ഒരു ധാരണ അല്ലേ? ഫാൾസ് എന്നല്ല എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? ട്രൂ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ ആണോ? ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയോ? വാട്ട് ഈസ് ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള കാര്യം മനസ്സിലായോ? ഇത് ഇഫ് ദെൻ ആണ്. ഒരു സൈഡ് കണ്ടീഷൻ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇനി ഇതന്നെ രണ്ട് സൈഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. അഞ്ചാമതാണ് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് സൈഡിലേക്കും ആരോ വരും. ഡബിൾ സൈഡഡ് ആരോ. ഇതിനെയാണ് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ട് സൈഡിലേക്കും ആരോ. ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്: പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ. ഇങ്ങനെയാണ് പറയുക കേട്ടോ. പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ. പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ എന്ന് പറയും.
അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, P if and only if. ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. If and only if Q. P if and only if Q. P if and only if Q. Okay. ക്ലിയർ ആണോ? ഇനി ഇതെന്താ സംഭവം നോക്കിക്കോളൂ. എപ്പോഴാണ് ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്നൊക്കെ നോക്കാം നമുക്ക്. P Q ട്രൂ 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 ഫാൾസ് false true false false. Then P if and only if Q. അങ്ങനെ വായിക്കാം. P implies and implied by Q എന്ന് വായിക്കാം. എന്ത് വേണമെങ്കിലും വായിച്ചോളൂ, ഒന്നും കുഴപ്പമില്ല. വായിക്കുമ്പോൾ കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആക്കിയാൽ മതി. രണ്ടും ഒരേപോലത്തെ ഇൻപുട്ട് ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താവണം? ട്രൂ ആവണം. അതായത് പിയും ട്രൂ ആയിരിക്കുക, ക്യൂവും ട്രൂ ആയിരിക്കുക, രണ്ടും ഒരുപോലെ ഇരിക്കുക. അപ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആണ്. പിയും ക്യൂവും ഫാൾസ് ആണെങ്കിലും ഔട്ട്പുട്ട് എന്താണ്? ട്രൂ ആണ്. പിയും ക്യൂവും ഫാൾസ് ആണെങ്കിലും ഔട്ട്പുട്ട് എന്താണ്? ട്രൂ ആണ്. ഓക്കെ. പിന്നെ ബാക്കി വരുന്ന രണ്ട് കേസുകളിൽ പി ട്രൂ ക്യൂ ഫാൾസ്, അപ്പോഴും ഇത് ഫാൾസ് ആയിരിക്കും. പി ഫാൾസ് ക്യൂ ട്രൂ, അപ്പോഴും ഇത് ഫാൾസ് ആയിരിക്കും. ഓക്കെ. രണ്ട് കണ്ടീഷനും ഒരേ സമയം ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. രണ്ട് കണ്ടീഷനും ഒരേ സമയം ചെക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആൻഡ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ മതി. പി ക്യൂ ഒരേ വാല്യൂ ആണെങ്കിൽ, രണ്ടും ഫാൾസ് ആവുമ്പോഴും ഔട്ട്പുട്ട് ട്രൂ ആവും, രണ്ടും ട്രൂ ആവുമ്പോഴും ഔട്ട്പുട്ട് ട്രൂ ആവും. ഓക്കെ. ബാക്കി രണ്ട് കേസിൽ ഒന്ന് ഫാൾസ് ഒന്ന് ട്രൂ ആവുന്ന കേസുകൾ രണ്ടെണ്ണം ഉണ്ടാവും. ആ രണ്ട് കേസിലും ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഓക്കെ. ഇതിൻ്റെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഇസ് സെയിം ആസ് P implies Q and Q implies P. ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും ഈക്വലൻ്റ് ആണ്, സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. P implies Q and Q implies P എന്ന് പറയുന്നത് എന്താണ്? P if and only if Q ആണ്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് നോക്കണം, ചെക്ക് ചെയ്യണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഒന്ന് ശരിയാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. ആദ്യം അതിന് വേണ്ടിയിട്ട് P implies Q നമ്മൾ എഴുതണം. ഓക്കെ. P implies Q. P implies Q നമുക്ക് ആദ്യം എഴുതാം. P implies Q എന്താ വരിക? ട്രൂ ഫാൾസ് ട്രൂ ട്രൂ. ഇതാണ് P implies Q. ഇവിടെ കണ്ടീഷൻ P ആണ് ആൻഡ് ഔട്ട്പുട്ട് ആയിട്ട് എഴുതുന്നത് Q ആണ് if P is true. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. ഇനി തിരിച്ചെഴുതുമ്പോൾ തെറ്റിക്കരുത് കേട്ടോ. Q implies P. അപ്പോൾ Q ആണ് നിങ്ങൾ നോക്കേണ്ടത്. Q ട്രൂ ആണെങ്കിൽ P എന്താണോ അതാണ് എഴുതി വെക്കേണ്ടത്. ഫസ്റ്റ് കേസിൽ P ട്രൂ ആണ്, അപ്പോൾ Q എഴുതി വെക്കുക. ഫസ്റ്റ് കേസിൽ Q ട്രൂ ആണ്, അപ്പോൾ P എഴുതി വെക്കുക. P എന്താ? ട്രൂ ആണ്. സെക്കൻഡ് കേസിൽ Q ഫാൾസ് ആണ്, അപ്പോൾ പിന്നെ അപ്പുറത്തേക്ക് പോകണ്ട, ഡയറക്റ്റ് ഇവിടെ ട്രൂ എന്ന് എഴുതാം. തേർഡ് കേസിൽ Q ട്രൂ ആണ്, അപ്പോൾ P നോക്കണം. P എന്ന് പറഞ്ഞാൽ ഫാൾസ് ആണ്, അപ്പോൾ ഫാൾസ് എന്ന് എഴുതാം. ലാസ്റ്റ് കേസിൽ Q ഫാൾസ് ആണ്, അപ്പോൾ അങ്ങോട്ട് പോകണ്ട, ട്രൂ എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ. അപ്പോൾ P implies Q ആയി, Q implies P ആയി. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ആൻഡ്, P implies Q ആൻഡ് Q implies P. രണ്ടിൻ്റെയും കൂടെ ആൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? P if and only if Q കിട്ടും എന്നാണ് പറയുന്നത്. രണ്ടിൻ്റെയും കൂടെ ആൻഡ് എടുത്തോ. ട്രൂ ആൻഡ് ട്രൂ ട്രൂ അല്ലേ? ഫാൾസ് ആൻഡ് ട്രൂ. ഏതെങ്കിലും ഒരെണ്ണം ഫാൾസ് ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും, ബിക്കോസ് നമ്മളിവിടെ എടുക്കുന്ന ആൻഡ് ആണ് കേട്ടോ. ദെൻ അടുത്തത് ട്രൂ ആൻഡ് ഫാൾസ്, ഫാൾസ് വരും. ട്രൂ ആൻഡ് ട്രൂ ട്രൂ വരും. ഓക്കെ. അപ്പോൾ നോക്കിക്കേ, രണ്ടും ഒന്ന് തന്നെ അല്ലേ? രണ്ട് കോളവും സെയിം അല്ലേ കിട്ടിയേക്കണേ? ഈ കാണുന്നതും ഈ കാണുന്ന കോളം ആൻഡ് ഓൾസോ ദിസ് കോളം രണ്ടും സെയിം ആണ്. നിങ്ങളോട് ചോദിക്കും രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഈക്വലൻ്റ് ആണ് എന്ന് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യുക എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് എഴുതേണ്ട ഒരു മെത്തേഡാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഈക്വലൻ്റ് ആണെന്ന് ട്രൂത്ത് ടേബിൾ ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണെന്ന് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ നിങ്ങളോട് പറയുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെയും ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് ആ ഫൈനൽ വാല്യൂസ് ഉണ്ടാവുമല്ലോ, ഇതാണ് P implies P if and only if Q എന്ന് പറയുന്ന ഫൈനൽ വാല്യൂ ഈ കാണുന്നതാണ്. അതിനെ ഒരു ബോക്സിലാക്കി വെക്കുക. അതേപോലെ അപ്പുറത്തെ സൈഡിൽ കാണുന്ന വാല്യൂ P implies Q and Q implies P, അതും എഴുതിയിട്ട് അതിനെയും ഒരു ബോക്സിലാക്കി വെക്കുക. ഇങ്ങനെ എന്ന് വെച്ചാൽ എന്താ? ഈ രണ്ട് ബോക്സും ഈക്വൽ ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ, അങ്ങനെ എഴുതിയാൽ മതി.
അപ്പോൾ എന്താ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് മനസ്സിലായോ? വാട്ട് ഈസ് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എന്താ കുറച്ച് ഹോംവർക്ക് എഴുതിക്കോളൂ. ട്രൂത്ത് ടേബിൾ വരയ്ക്കാനോ വേറെ ഒന്നുമല്ല, ട്രൂത്ത് ടേബിൾ വരയ്ക്കാനുള്ള 1-2 ഹോംവർക്ക്സ് അത് കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ക്വസ്റ്റ്യൻസ്. Determine the truth table of the following statements. Determine the truth table of the following statements. Okay, question number 1. ചെറിയ questions ആണ്, വലിയ question ഒന്നുമല്ല. P and negation Q. രണ്ടാമത്തത് negation of P implies Q. 3. P implies Q or R. 4. P and Q implies R. P and Q implies R. 5. 4 ആണ് കേട്ടോ. 5. P and R ബ്രാക്കറ്റ് ആയിരുന്നേ, ഉണ്ടാക്കിയത്. If and only if Q and R. P and R if and only if Q and R.